بسم الله الرحمن الرحيم. وروى أبو أمامة باهلي رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال: من كلم غيظا وهو يقدر على أن يمضيه فلم يمضه ملأ الله قلبه يوم القيامة رضا ويقال مكتوب في الإنجيل: يا ابن آدم اذكرني حين تغلب واذكرك حين أغلب ورضى بنصرتي لك فإن نصرتي لك خير من نصرتك لنفسك. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും കോപം വരികയും പ്രതികാരമെടുക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും കോപത്തെ അടക്കി നിർത്തുകയും ചെയ്താൽ, ഒരാൾക്ക് കോപം വരികയും അയാൾക്ക് എതിരാളിയോട് പ്രതികാരം ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്നിട്ടും കോപം അടക്കി പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്ത മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവൻ്റെ ഹൃദയത്തെ അല്ലാഹു അവൻ്റെ പൊരുത്തം കൊണ്ട് നിറയ്ക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഇഞ്ചീലിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നതായി എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു: അല്ലയോ ആദമിൻ്റെ മകനെ, നിനക്ക് കോപം വരുമ്പോൾ നീ എന്നെ ഓർക്കുക, എന്നാൽ എനിക്ക് കോപം വരുമ്പോൾ ഞാൻ നിന്നെയും ഓർക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഞ്ചീലിൽ ഇപ്രകാരം എഴുതപ്പെട്ടതായി എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നിരിക്കുന്നു. അതിൽ ഇങ്ങനെയുണ്ട്: അല്ലയോ ആദമിൻ്റെ മകനെ, നിനക്ക് കോപം വരുന്ന സന്ദർഭത്തിൽ നീ എന്നെ ഓർക്കുക, എന്നാൽ എനിക്ക് കോപം വരുമ്പോൾ ഞാൻ നിന്നെയും ഓർക്കാം. ഞാൻ നിന്നെ ഓർക്കുകയാണെങ്കിൽ എൻ്റെ സഹായം നിനക്ക് ലഭിക്കുന്നതാണ്. നീ എന്നെ മറന്നു കളയുകയാണെങ്കിൽ എൻ്റെ സഹായം നിനക്ക് ലഭിക്കുന്നതല്ല. തീർച്ചയായും നീ നിന്നെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നെ സഹായിക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി ഇഞ്ചീലിൽ എഴുതപ്പെട്ടുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവர்களോട് ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തെ കോപിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിശബ്ദനായി പ്രതികരിച്ചു. വന്നയാൾ അദ്ദേഹത്തോട് വീണ്ടും അദ്ദേഹത്തെ കോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും അദ്ദേഹം നിശബ്ദനായി പ്രതികരിക്കാതെ നിന്നു. അപ്പോൾ വന്നയാൾ ചോദിച്ചു, ഞാൻ താങ്കളെ ഇത്രമാത്രം കോപമുണ്ടാക്കുന്ന കാര്യം താങ്കളെക്കുറിച്ച് പറഞ്ഞിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് കോപിക്കാതിരിക്കുന്നത്? അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ഖുർആനിൽ ഇപ്രകാരം ഒരു ആയത്ത് വായിച്ചിട്ടുണ്ട്: അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നു. ആ മുത്തഖീങ്ങൾ, സ്വർഗത്തിൽ പോകുന്ന മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പടച്ചവൻ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല പ്രത്യേകം പരാമർശിച്ചു. ഒന്ന്, വിശാലത ഉള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും അവർ സമ്പത്ത് അല്ലാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ്. രണ്ടാമത്തേത്, കോപത്തെ അവർ നിയന്ത്രിക്കുന്നവരാണ്, ജനങ്ങൾക്ക് അവർ മാപ്പ് കൊടുക്കുന്നവരാണ്. ഈ ഒരു ആയത്തിൻ്റെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ താങ്കളോട് തിരിച്ച് കോപിക്കാതിരിക്കുന്നത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവர்கள் ചോദിച്ച ആളോട് പറഞ്ഞു എന്ന് ഹദീസിൽ വരുന്നുണ്ട്. അപ്പോൾ കോപം അടക്കി വയ്ക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ, സ്വർഗവാസികളുടെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഭാഗമാണ്, വിഷയമാണ്. അപ്പോൾ നല്ല സമയത്തും അഥവാ ഞെരുക്കമുള്ളപ്പോഴും വിശാലത ഉള്ളപ്പോഴും പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും നല്ല വഴിയിൽ പണം ചെലവഴിക്കുക. രണ്ടാമത്തത്, വൽ കാളിമീനൽ ഗൈള, കോപത്തെ അടക്കി വയ്ക്കുക, നിയന്ത്രിക്കുക. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അവരുടെ തെറ്റുകൾ മാപ്പ് കൊടുക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കോപമുണ്ടായാൽ നിങ്ങൾ വുളൂ ചെയ്യുക. സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ വുളൂ ചെയ്യുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരാളെ കാണുന്നില്ലേ, കോപം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞരമ്പുകൾ വീർക്കുന്നതായും കണ്ണുകൾ ചുവക്കുന്നതായും നിങ്ങൾ കാണുന്നില്ലേ?
അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു നബി ഞങ്ങൾ കാണാറുണ്ട്. തങ്ങൾ പറഞ്ഞു, കോപം നരകത്തീയുടെ ഭാഗമാകുന്നു, നിങ്ങൾ കോപത്തെ ഉളു കൊണ്ട് തണുപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങൾ കോപത്തെ ഉളു കൊണ്ട് തണുപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കോപം വരുന്ന സമയത്ത് ഉളു ചെയ്യുകയാണെങ്കിൽ പൈശാചികമായ ആ ഒരു പ്രേരണയുണ്ട്, അത് പോകും. കോപം അവനിൽ നിന്ന് പോകാൻ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ഉളു കൊണ്ട് കോപത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞു. നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പതിയെ കോപം വരികയും വേഗം കോപം പോവുകയും ചെയ്യുന്നവനാണ്. ഖൈറുക്കും നിങ്ങൾ ഏറ്റവും ഉത്തമൻ ആരാണ്? ബതീഉൽ ഗളബി സരീഉൽ ഫൈ, പതിയെ കോപം വരും പെട്ടെന്ന് കോപം പോകും, അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശക്കാരനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് കോപം വരും പിന്നീട് കോപം പോവുകയില്ല, അവനാണ് നിങ്ങളിൽ ഏറ്റവും മോശമായവനെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ഇപ്പോൾ കോപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക.